മിൻ ബൈനി ഐദീഹിം. നമ്മുടെ മിൻ ബൈനി ഐദീഹിം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്നാ പറയാ അല്ലെ. അപ്പം ബൈനി ഐദീഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഐദ് അല്ലെ, യതിന്റെ പ്ലൂറലാണ് ഐദി. ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളിലെ, അവരുടെ രണ്ട് കൈകളുടെ ഇടയിലുള്ളത്. നമ്മൾ രണ്ട് കൈകൾ ഇങ്ങനെ നീട്ടി വെച്ചാൽ അതിന്റെ ഇടയിലുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ടിൽ അല്ലെ, നമ്മളുടെ ജസ്റ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് എന്താണോ ഉള്ളത്, കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ എന്താണോ ഉള്ളത് അതാണ് മിംബൈനി ഐദീഹിം. ഒരുപാട് ദൂരെ ഉള്ളത് അല്ല അല്ലെ. അപ്പം ഈ അവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ അറ്റാക്ക് ചെയ്യും. കാരണം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ, എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആ സാധനം കടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലെ. നമ്മുടെ നേരെ മുമ്പിൽ എന്താണോ ഉള്ളത് അതിനെ കടന്നിട്ട്, അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകണം. അതിനെ കവച്ചു വെക്കാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല അല്ലെ. അപ്പൊ ഇബ്ലീസ് ഡയറക്റ്റ് പറയണം, ഞാൻ അവരുടെ നേരെ, അവരുടെ മുഖത്ത് അല്ലെ, അവർ ഹെഡ് ഓൺ അറ്റാക്ക് ചെയ്യും. ശത്രുവിനെ നമ്മുടെ പിന്നിന്ന് അറ്റാക്ക് ചെയ്യാം, സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അല്ലെ, കണ്ണ് തുറന്നിരിക്കുന്ന ശത്രുവിന് കാര്യം മനസ്സിലാവും, തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇബ്ലീസിന് ഉറപ്പാണ് ഈ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും നിന്റെ അടിമകൾ അതിനകത്ത് പെടും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എങ്ങനെയാണ് ഇബ്ലീസിന്റെ ഈ ഫ്രണ്ട് എന്നുള്ള അറ്റാക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇന്ന്. അപ്പം നമുക്കറിയാം ഷെയ്ത്താൻ എന്ന് പറഞ്ഞാല്, ഷെയ്ത്താന്റെ പട അല്ലെ, ജന്നുകൾ എന്നൊക്കെ പറയുന്നത് ഇൻവിസിബിൾ, നമുക്ക് കാണാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല. അവരെങ്ങനെയാ ഉള്ളത്, അവര് നമ്മൾ അടുത്തുണ്ടോ, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് അവര് ഫ്രണ്ടിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു ഫ്രേസ് മീൻ ബൈനി ഐദീഹിം എന്നുള്ള ഫ്രേസിനെ ഒന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നോക്കാം. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഏകദേശം ഒരു 5 പോയിന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ നോക്കാം. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് മിംബൈനി ഐദീഹിം, നമ്മളെ നേരെ കണ്ണിന്റെ മുമ്പിലുള്ളത്. അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മളെ കണ്ണിന്റെ മുമ്പിലുള്ളത്, നമ്മുടെ ചുറ്റുപാടുമുള്ളത്, നമ്മുടെ കുടുംബം, നമ്മുടെ ഫ്രണ്ട്സ്, എന്തും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് അട്രാക്റ്റീവ് അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ നമ്മളെ കണ്ണിന്റെ മുമ്പിലുള്ളത് എന്തോ അതെല്ലാം എന്താണ്? മിംബൈനി ഐദീഹിമാണ്. അപ്പം ഇവിടെ ഇബ്ലീസ് ഉപയോഗിക്കുന്നത്, അതായത് ഈ ഒരു ടാക്ടിക്സിൽ ഇബ്ലീസ് ഉപയോഗിക്കുന്നത് മനുഷ്യന്മാരുടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക സ്വഭാവം, ഇമ്പൾസീവ് ആയിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഉൾപ്രേരണ അല്ലെ, ചിന്തിക്കാതെയുള്ള അതിനോടുള്ള എടുത്തുചാട്ടം. മനുഷ്യന്മാർ ഭയങ്കര അങ്ങനെ ആവേശമുള്ള ടൈപ്പ് ആളുകളാണ്. നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കൊന്നുമില്ല, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതിലേക്ക് നമ്മൾ അങ്ങ് പെട്ടുപോകും അല്ലെ. അതുകൊണ്ടാണ് പലതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളുടെ അടുത്തേക്ക് പോലും പോവരുതെന്ന്. കാരണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് പെട്ടുപോകും, കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകും അല്ലെ, തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ട് അടുത്തേക്ക് പോലും പോകരുതെന്ന് റബ്ബ് പറയാനുള്ള കാരണം നമ്മളെ സ്വഭാവം അറിയുന്നുണ്ട്, നമ്മൾ ഇമ്പൾസീവ് ആണ്. സൂറത്ത് ഖിയാമയിൽ 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ അല്ലെ. പക്ഷെ എന്നിട്ടും മനുഷ്യൻ അവന്റെ ഭാവി ജീവിതത്തിൽ തോന്നിയവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് ഇവനിതൊക്കെ അറിഞ്ഞാലും ഇവന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതിലേക്ക് എടുത്തു ചാടിയിട്ട് തെറ്റുകൾ, തിന്മകൾ ചെയ്യാൻ, ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ മനുഷ്യന്മാർ അങ്ങനെയാണ്. അപ്പം നമ്മൾ നേരെ മുമ്പിലുള്ളതിലേക്ക് എടുത്തു ചാടും ഇബ്ലീസിന് ഉറപ്പുള്ളത് കൊണ്ട് ഇബ്ലീസ് എന്താ ചെയ്യുക? ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമ്മളെ വീഴ്ത്തും. ഇതിനൊരു ഉദാഹരണം പോലെ പറയാം. ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെ, നമുക്കറിയാം മുട്ടയും പാലും എവിടെയാ ഉണ്ടാവുക? ഏറ്റവും ബാക്കിൽ അല്ലെ. ഏത് സൂപ്പർ മാർക്കറ്റിലും നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കോഴിമുട്ടയും പാലും ഏറ്റവും ബാക്കിലാണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അതെന്തിനാ വെച്ചത്? മിക്കവാറും ആളുകൾക്ക്, വന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം, അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റിൽ എന്തായാലും ഉറപ്പായിട്ടും വേണ്ട ഒരു സാധനമായിരിക്കും ഈ കോഴിമുട്ടയും പാലും അല്ലെ. അപ്പം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പോണ വഴിക്ക് അത്രയും പല സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ പോണ വഴിക്ക് എല്ലാം കണ്ട് അല്ലെ, ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പെടുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇമ്പൾസീവ് സ്വഭാവം ഉണ്ട് അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കാതെ അതിലേക്ക് ചാടുന്നത്. അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലും കുറെ ബേക്കറി ഐറ്റംസ്, കുട്ടികളാണെങ്കിൽ ചോക്ലേറ്റ്സ്, പിന്നെ ഇനി ആട്ടയും മൈദയും അതും ഇതും ഒക്കെ ഓഫറിൽ ഉണ്ടാവും അല്ലെ, പഞ്ചസാര ഓഫറിൽ ഉണ്ടാവും, പുതിയ ക്രീമുകളും പൗഡറുകളും സോപ്പുകളും സോപ്പ് പൊടികളും ഇറങ്ങിയിട്ടുണ്ടാവും, കേക്ക് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. ഇതൊക്കെ നമ്മൾ കാണാണ്, നമ്മൾ കണ്ണിന്റെ മുമ്പിൽ പെടുകയാണത് അല്ലെ. അപ്പം ആ ഒരു ട്രോളി നമ്മൾ ചിലപ്പോൾ ഒന്നും വേണ്ട മുട്ടയും പാലും അല്ലേന്ന് വിചാരിച്ച് വന്നാൽ നമ്മൾ തിരിച്ചുപോയി ആ ഒരു ട്രോളിയൊക്കെ എടുത്ത് കൈ കെട്ടിയ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് അങ്ങനെ പോകും അല്ലെ. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ എന്തൊക്കെയാണോ പെടുന്നത് അതാണ് നമ്മളുടെ ഇമ്പൾസ്.
ഈ സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുള്ളതാണ്. ഇബ്ലീസ് ഇതാണ് നമ്മളെ കൊണ്ട് ബിസിനസ് ആക്കുന്നത്. ഇതിനെ മുതലാക്കിയിട്ടാണ് ഇബ്ലീസ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇബ്ലീസ് പറയും, എന്താ കുഴപ്പം, കണ്ണിന്റെ മുമ്പിലുള്ളല്ലേ, എൻജോയ് അല്ലേ, അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. ഇബ്ലീസിന് ഇപ്പം നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെ, നമ്മൾ ആ സമയത്ത് എന്തൊക്കെയാ ചിന്തിക്കാന്നറിയാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഡിഷ് ഉണ്ടാക്കണം, ഒരു വരുമ്പോൾ ഇത് ഉണ്ടാക്കണം, മറ്റൊരു വരുമ്പോൾ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജിനകത്ത് പല 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 സോസുകളും പല സാധനങ്ങളും ഉണ്ടാവും, നമ്മൾ ഇതുവരെ തൊട്ട് നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അല്ലേ. നമ്മുടെ ചിലതിന്റെ പാക്കറ്റ് പോലും നമ്മൾ പൊളിച്ചിട്ടുണ്ടാവില്ല. ഇബ്ലീസ് പറയും ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ. ഞാൻ ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ മിക്ക കാര്യങ്ങളും അങ്ങനെ. ചിലപ്പോൾ നമ്മൾ വീട്ടിന്റെ കിച്ചണിൽ നിന്ന് റൂമിലേക്ക് പാസ് ചെയ്യുന്ന വഴിക്ക് ഹാളിൽ കുട്ടികൾ ടിവിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഇട്ടിട്ട് എന്തെങ്കിലും കാണുന്നോ കേൾക്കുന്നുണ്ടോ. അപ്പൊ നമ്മളേക്ക് പോണ വഴിക്കല്ലേ അല്ലേ, അതൊന്ന് കേട്ട നമ്മൾ അവിടെ നിന്നോ. ഇബ്ലീസ് എന്താ, നിന്റെ കണ്ണിന്റെ മുമ്പുള്ള കാര്യമില്ല, അതൊന്ന് കേട്ടെന്ന് വെച്ചിട്ട് എന്താ, അല്ലെങ്കിൽ അതൊന്ന് കണ്ടെന്ന് വെച്ചിട്ട് എന്താ എന്ന് തോന്നിക്കും. അതേപോലെ നമ്മൾ ഫോൺ എടുക്കും, ഹിഫ്ല് ഗ്രൂപ്പിൽ ഓതി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. അപ്പോഴായിരിക്കും ഒരു പോപ്പപ്പ് വരുന്നത് അല്ലെ, ഒരു നോട്ടിഫിക്കേഷൻ. ന്യൂസ് അല്ലേ അല്ലെ, ഇബ്ലീസ് പറയും ന്യൂസ് അല്ലേ, ഇന്നത്തെ കാലത്ത് ന്യൂസ് അറിയണ്ടേ. നമ്മുടെ ആ ഇമ്പൾസിലെ പെട്ടെന്ന് അത് കാണാനുള്ള ആ ഒരു ആവേശം ഇബ്ലീസ് ബിസിനസ് ആക്കുകയാണ്, അവിടെ മുതലെടുക്കുകയാണ്. ഇബ്ലീസിന്റെ വഴിയിൽ നമ്മളെ ഇടും. ഇന്നത്തെ കാലത്ത് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം അല്ലെ. അത് കണ്ട് അതിന്റെ അപ്പുറത്തെ ന്യൂസ് കണ്ട് അതിനപ്പുറത്തെ ന്യൂസ് കണ്ട് പോയോ പോയി അല്ലെ. ഇനി അതേപോലെ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, പുതിയ ഏതെങ്കിലും ഡിസൈനർ ഡിന്നർ സെറ്റ് വന്നിട്ടുണ്ടെന്ന് കണ്ണിന്റെ മുമ്പിൽ. ലെമിൻ ബൈനി ഐതിഹ്യം. ഇബ്ലീസ് പറയും ഇതൊക്കെ ഹലാലായിട്ടുള്ള കാര്യല്ലേ, എന്തപ്പോ ഇത് നോക്കിയാല് സമയം പോയോ പോയി അല്ലെ. അതുപോലെ നമ്മൾ ചിലപ്പോൾ വീട്ടിന്റെ പുറത്ത് ചെടി നനയ്ക്കാൻ വേണ്ടി പോയതായിരിക്കും. അപ്പോഴായിരിക്കും അടുത്ത വീട്ടിലെത്താത്ത നമ്മള് വീട്ടിൽ പോലെ ഭക്ഷണം കഴിച്ചോന്നോ എന്തെങ്കിലും ചോദിച്ചു വരുന്നത്. പിന്നെ അത് ചോദിച്ചിട്ട് പിന്നെ മൂപ്പര് അടുത്തത് പറയുന്നത് അതിന്റെ അപ്പുറത്തെ വീട്ടില് ഇത്താത്തന്റെ മോള് ആരെങ്കിലും ഇപ്പഴും ഒളിച്ചോടി പോയതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ഡിവോഴ്സോ അതിന്റെ കാരണം ഓളാണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഉള്ള കഥയല്ലേ, അതും കേട്ടിട്ട് നമ്മൾ അവിടെ നിപ്പായി. അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളെല്ലാവരെയും ജീവിതത്തിൽ നിന്ന് ഓരോ ആളുകളുടെയും എന്താ പറയാ ആ ഒരു ഇമ്പൾസ് ഓരോ കാര്യങ്ങളോടായിരിക്കും. അതേപോലെ ഓരോ സിറ്റുവേഷനിലും അത് മാറിക്കൊണ്ടേയിരിക്കും. ഇബ്ലീസ് ഇതാണ് മുതലെടുക്കുന്നത്. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ ഒരു സാധനത്തിനെ കാണിച്ചു തന്നാൽ അതിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്ന അല്ലെ. ഇപ്പം യൂട്യൂബിലൊക്കെ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിന്റെ ഹിസ്റ്ററി ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ. കാരണം നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് ചെയ്ത ആൾക്കാർക്കറിയാം, ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ നമ്മൾ പോണേന്ന് നമുക്കറിയില്ലായിരുന്നു അല്ലെ. ഒരു പക്ഷെ വ്ളോഗൊന്നും കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ പോകും അല്ലെ. എന്നാൽ ഇപ്പോഴും ഓഫ് ആക്കാത്തവർക്കറിയാം, അവർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈം പോണത് അവരറിയുന്നില്ല. പല കാരണങ്ങളാൽ ഓഫ് ചെയ്യാത്തവരുണ്ട്. കാരണം ഈ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയാൽ അതിന്റെ താഴെ വരുന്നത് വളരെ മോശകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെ എന്റെ പ്രാക്ടിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല അല്ലെ. നമ്മൾ അറിയാതെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ മീൻ ബൈനി ഐതിഹ്യത്തിൽ പെടുകയാണ്. ഇബ്ലീസ് പറയും എന്താ കുഴപ്പം, ഒന്നല്ലേ അല്ലെ. ഒരു റീൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 മിനിറ്റ് അല്ലെ, അല്ലെങ്കിൽ ഷോർട്സും റീൽസും ഒക്കെ അങ്ങനെയാണല്ലോ, 1 മിനിറ്റ് 2 മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ. അങ്ങനത്തെ ആയിരക്കണക്കിന് മിനിറ്റുകൾ പോയാലും നമ്മൾ അറിയാണ്ടായി പോവാ അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഇപ്പം ഡിജിറ്റൽ ഏജിലാണ്. നമുക്ക് എന്ത് നോക്കണോ, എന്ത് കാണണോ, എന്ത് കേൾക്കണോ അത് നമ്മളുടെ വിരൽ തുമ്പത്തുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആക്സസിബിൾ ആണ് എല്ലാ കാര്യങ്ങളും അല്ലെ. ഈവൻ ഇനി നമുക്ക് ഫിസിക്കലി എവിടേക്കെങ്കിലും പോകണം, നമുക്ക് വേണ്ട എന്തെങ്കിലും നമ്മുടെ ഇച്ഛകളുടെ പിന്നാലെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് പോകാനും പണ്ടത്തെ പോലത്തെ പ്രയാസമൊന്നും ഇപ്പൊ ഇല്ലല്ലേ. മിക്കവാറും ആളുകൾക്ക് സ്വന്തമായിട്ട് സ്കൂട്ടറോ കാറോ ഒക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് പോകണം എന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു ഇമ്പൾസിൽ നമുക്ക് നമ്മുടെ ഇച്ഛകളെ പിന്തുടരാനുള്ള ചിന്ത ഉണ്ടായാൽ മാത്രം മതി. സുബ്ഹാനല്ലാഹ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ റിസൾട്ടുകളെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് അതിന്റെ പിന്നാലെ പോവാം. ഇബ്ലീസ് വരും കുഴപ്പമില്ല, ഒരു പ്രാവശ്യമല്ലേ അല്ലേ. സുബ്ഹാനല്ലാഹ്. പല തെറ്റ് ചെയ്യുന്ന ആളുകളും പല തിന്മകൾ ചെയ്യുന്ന ആൾക്കാരും ഒരു പക്ഷെ നമ്മൾ ഉപദേശിക്കുന്ന ആളുകളും അവരൊരിക്കലും പറയില്ല യെസ് എനിക്കൊരു വലിയ ഒരു പാപിയാവണം, അതിനാണ് ഞാൻ പാപം ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന ആളുകളേ ഇല്ല. പക്ഷേ അവരെടുത്ത് പറയാണ് ഇന്നത് ചെയ്ത ഇന്ന കുഴപ്പമുണ്ടല്ലോ അല്ലെ. ഇപ്പൊ ചിലപ്പം ഈ
മക്കളെയൊക്കെ സ്കൂളിൽ നിന്ന് ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ഡാൻസ്, പാട്ട് പോലെയുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിലേ ചെയ്യുന്ന ആളുകളെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ, ഇത് അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കണ്ട, അവര് വലുതായാൽ ഇത് നിർത്തൂല, പിന്നെ അത് ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കളിയാവും, അത് അപ്പൊ അവർ അങ്ങനെയൊന്നും അവർക്ക് ചിന്തിക്കാൻ താല്പര്യമില്ല അല്ലെ. അതിന്റെ അത്രയും വലിയ കോൺസിക്വൻസ് ഭാവിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കണം. കുട്ടികളെല്ലാവരും ഒന്ന് പോയി കളിച്ച് വരുന്നതിന് എന്താ? ഇതാണ് മിക്ക ആളുകളും തെറ്റിൽ ചെന്ന് പെടുന്നതിന്റെ മെയിൻ റീസൺ. അതായത് ഭാവിനെ കുറിച്ച് ഇതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം ഉണ്ട് എന്നുള്ളത് അവർക്കറിയില്ല. ഈ അവർക്ക് എന്നുള്ളട്ടോ നമ്മളെ കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ എന്താ പറയാ, ഇതുപോലെയുള്ള ടെംപ്റ്റേഷൻസ് ആണ്, ഓരോ ഡിസൈർസ് ആണ് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ വരുന്നത്, നമ്മൾ എടുക്കുന്നത്. അപ്പം എല്ലാരെയും പ്രശ്നം ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ പറ്റൂല, അധികം സംസാരിക്കേണ്ട എൻ്റെ അടുത്ത് ഇതിനെ പറ്റി എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. സുബ്ഹാനല്ലാഹ്. അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച്, അതിന്റെ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കും സംസാരിക്കേണ്ട ഇപ്പം വേണം അല്ലെ. ഈവൻ ഒരു ഹറാം സീൻ കാണുമ്പോൾ, അല്ലെ ഹറാമായിട്ടുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ, ഹറാം മിക്സിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഹറാമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, കുടിക്കുമ്പോൾ, ഹറാമായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ ആർക്കും ഒന്നിപ്പോ ഇങ്ങനെ ചെയ്താൽ എന്താന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് അതിന്റെ ഇമ്പൾസ്, അതായത് ഇപ്പൊ തോന്നുന്നത് ഇപ്പം ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ ആർക്കും താല്പര്യമില്ല. അത് ഈവൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കണ്ടോ നമ്മൾ അങ്ങനത്തെ ഒന്നിലേക്കും പോവാറില്ല എന്ന്. പക്ഷെ നമ്മൾ പോലും ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളിലും വളരെ ലൈറ്റാണ് നമ്മൾ വിചാരിച്ച് സമൂഹത്തിന് കാണിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വരയുടെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് ഭാവിയിൽ ദൂരവ്യാപകമായ ഒരു മോശം റിസൾട്ട് ഉണ്ടാവും. നമുക്കത് ചിന്തിക്കാൻ താല്പര്യമില്ല. ഇപ്പം അത് മാത്രം. ഇബ്ലീസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴല്ലേ, കുഴപ്പമില്ല, അത് ഹലാലല്ലേ. ഈ ഹലാലിനെയും ബോർഡറിന് അപ്പുറത്തേക്ക് ഇബ്ലീസിനെ എത്തിക്കാൻ പറ്റും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിന്റെ അടുത്തേക്ക് പോലും പോകരുത് അല്ലേ. അപ്പം നമ്മളെ കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ കൈയിന്റെ മുമ്പിൽ എന്തുണ്ടോ, ഇൻസ്റ്റന്റ്ലി അവൈലബിൾ എന്തുണ്ടോ അതിലേക്ക് ഇബ്ലീസ് നമ്മളെ കൊണ്ടുപോകും. അത് മുന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ്. ഈവൻ ഡ്രഗ്സ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും സിന ആണെങ്കിലും ആൾക്കാർക്ക് ഒരുപാട് ആളുകൾ ഇത് കാരണം നശിച്ചു പോയിട്ടുണ്ട് അല്ലെ. നമ്മള് അന്യപുരുഷന്മാരെ നോക്കുന്നത് പോലും അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ സ്ത്രീകളെ നോക്കുന്നത് പോലും എല്ലാം അതൊക്കെ വ്യഭിചാരാണെന്ന് പറയുമ്പോൾ ഇതെന്തെങ്ങൾക്ക് പെരാന്താണോ അല്ലെ. കാരണം അതാണ് എല്ലാത്തിന്റെയും തുടക്കം. പലപ്പോഴും പല രീതിയിൽ ഇന്നത്തെ കാലം അതിലേക്ക് പോകുന്നതിന്റെ തുടക്കം അതാണ്. ഒരുപാട് ആളുകൾ നശിച്ചതാണ്. പക്ഷെ അത്രയൊന്നും ചിന്തിക്കാൻ ആർക്കും താല്പര്യമില്ല. ഈ നിമിഷത്തെ ഫൺ, അത് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, അത് മാത്രമേ എൻ്റെ മനസ്സിൽ ഉള്ളൂ. അതാണ് ഇബ്ലീസിനും വേണ്ടത് നമ്മളിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു ഇമ്പൾസ്, നമ്മളെ കണ്ണിന്റെ മുമ്പിലുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന നമ്മളുടെ ആ ഒരു ഇമ്പൾസ്, അതുകൊണ്ട് തന്നെ എത്രയും നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങളെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് എത്രയും മാറ്റാൻ പറ്റുമോ. കാരണം നമുക്ക് ഇവിടെ ഓരോരുത്തർക്കും അറിയാം എൻ്റെ വീക്ക്നെസ് എന്താണ് അല്ലെ, ഞാൻ ചെന്ന് പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അതിനെ എത്രയും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന്, എൻ്റെ ചെവിയുടെ മുമ്പിൽ നിന്ന്, എന്നെ കയ്യെത്തുന്ന ദൂരത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ അത്രയും എല്ലാവരും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ നമ്മൾ തന്നെ എടുക്കണം. റമളാനാ വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോരുത്തരും, ഈ ഒരു ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എല്ലാവരിടത്തും നിങ്ങൾ ഇന്ന നോമ്പെടുക്കുക, ഇന്ന നിസ്കരിക്കുക എന്ന് പറയുന്നത് പോലെയല്ല. ഈ ഒരു ക്ലാസ് ഓരോരുത്തർക്കും അത് വേറെ രീതിയിലാണ് ഇഫക്റ്റ് ചെയ്യുക. ഓരോരുത്തരും അവനവന്റെ ഈ ഒരു പറഞ്ഞ വീക്ക്നെസ്